ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസ് മത്സരത്തിലെ ക്രൂഷ്യലായ 18-ാം ഓവർ. ഡൽഹിക്ക് ഈ സമയം വിജയത്തിനായി വേണ്ടത് 18 പന്തിൽ 35 റൺസ്. ക്രീസിൽ ഡേവിഡ് മില്ലറും ക്യാപ്റ്റൻ അക്സർ പട്ടേലും. കളി എങ്ങോട്ട് വേണമെങ്കിലും തിരിയാവുന്ന സാഹചര്യം. അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലെ ആരാധക കൂട്ടം ഡൽഹിക്കായി ആരവം മുഴക്കിക്കൊണ്ടേയിരുന്നു. ആദം മിൽനെ, ബ്രിജേഷ് ശർമ്മ, ദശ്വിൻ ശനക, ക്യാപ്റ്റൻ റിയാൻ പരാഗിന് മുന്നിലുണ്ടായിരുന്നത് ഈ 3 ഓപ്ഷനുകളായിരുന്നു. എന്നാൽ ഒരു സർപ്രൈസ് നീക്കത്തിലേക്കാണ് റോയൽസ് നായകൻ തയ്യാറായത്. ഒരുപക്ഷെ മത്സരത്തിലെ തന്നെ വലിയ ഗാംബ്ലിംഗ്. പന്തേൽപ്പിച്ചത് ഓഫ് സ്പിന്നർ ഡൊനോവൻ ഫെരേരയെ. ക്രീസിൽ 2 ഇടങ്കയ്യൻ ബാറ്റർമാർ നിൽക്കെയാണ് പാർട്ട് ടൈം ബോളറെ കൊണ്ടുവരാനുള്ള സുപ്രധാന തീരുമാനമെടുത്തത്. എന്നാൽ പരാഗിന്റെ ഡിസിഷൻ തെറ്റായി പോയെന്ന് തെളിയാൻ 2 പന്ത് മാത്രം മതിയായിരുന്നു. ഫെരേറയ്ക്കെതിരെ ലോങ് ഓണിലൂടെ കില്ലർ മില്ലറിന്റെ കൂറ്റൻ സിക്സർ. അവസാന പന്തിൽ അക്സർ പട്ടേലും പന്ത് ഗാലറിയിൽ എത്തിച്ചതോടെ 18-ാം ഓവറിൽ ആകെ പിറന്നത് 16 റൺസ്. ഇതോടെ ഡൽഹിയുടെ വിജയലക്ഷ്യം 12 പന്തിൽ 19 ചുരുങ്ങി. അതുവരെ സമ്മർദ്ദ സാഹചര്യത്തെ അഭിമുഖീകരിച്ച ക്യാപിറ്റൽസ് മത്സരത്തിലേക്ക് സ്ട്രോങ് കംബാക്ക് നടത്തിയതും ഇവിടെ മുതലായിരുന്നു. ബ്രിജേഷ് ശർമ്മയെ എറിഞ്ഞ തൊട്ടടുത്ത ഓവറിലെ ആദ്യ പന്തിൽ മില്ലർ മടങ്ങിയെങ്കിലും അപ്പോഴേക്കും കളി ഡൽഹിയുടെ വരുതിയിലെത്തിയിരുന്നു. അശുതോഷ് ശർമ്മയും അക്സർ പട്ടേലും ചേർന്ന് കൂടുതൽ പരിക്കേൽപ്പിക്കാതെ സ്വന്തം തട്ടകത്തിൽ ഡൽഹിയെ വിജയത്തിലേക്ക് നയിക്കുന്നതാണ് കണ്ടത്. രാജസ്ഥാനെതിരെ അശുതോഷിന്റെ മറ്റൊരു കാമിയോ ഇന്നിംഗ്സ്. ഒരുപക്ഷെ 18-ാം ഓവർ ബ്രിജേഷിന് നൽകിയിരുന്നെങ്കിൽ മത്സരചിത്രം തന്നെ ചിലപ്പോൾ മറ്റൊന്നായേനെ. മുൻ ഇന്ത്യൻ താരങ്ങളായ വീരേന്ദർ സെവാഗും അമ്പാട്ടി റായിഡുമെല്ലാം പരാഗിന്റെ ക്യാപ്റ്റൻസിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചാണ് രംഗത്തെത്തിയത്. ഇടങ്കയ്യൻ ബാറ്റ്സ്മാൻമാർ ആയതുകൊണ്ട് ഓഫ് സ്പിന്നറെ അടിക്കാനാവില്ലേ എന്ന് സെവാഗ് ചോദിച്ചു. ഇത്തരം മിത്തുകൾ മാറ്റേണ്ട കാലം കഴിഞ്ഞെന്നും മുൻ ഇന്ത്യൻ ഓപ്പണർ മത്സരശേഷമുള്ള IPL ഡിസ്കഷനിൽ വ്യക്തമാക്കി. പോയ മത്സരങ്ങളിലും പരാഗിന്റെ ക്യാപ്റ്റൻസിക്കെതിരെ നിരവധി മുൻ താരങ്ങൾ രംഗത്തെത്തിയിരുന്നു. രവീന്ദ്ര ജഡേജയെ യൂട്ടിലൈസ് ചെയ്യുന്നതിലടക്കം 24-കാരന് പലപ്പോഴും പാളിയിരുന്നു. ക്യാപ്റ്റൻസിയിൽ മാത്രമല്ല ഫീൽഡിങ്ങിലും ഫിനിഷിങ്ങിലുമെല്ലാം രാജസ്ഥാൻ അമ്പേ പരാജയമാവുന്നതാണ് ഇന്നലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ കണ്ടത്. പരാഗ് അടക്കമുള്ള ഫീൽഡർമാർ നിരന്തരം മിസ്റ്റേക്കുകൾ വരുത്തിക്കൊണ്ടേയിരുന്നു. ആർച്ചർ എറിഞ്ഞ ആദ്യ ഓവറിലെ 2-ാം പന്തിൽ 0-ൽ നിൽക്കെ KL രാഹുൽ നൽകിയ ക്യാച്ച് ഫൈൻ ലെഗിൽ രാജ്രാജ് പുഞ്ച വിട്ടുകളഞ്ഞായിരുന്നു തുടക്കം. ആർച്ചറിന്റെ നിരാശയിൽ ഉണ്ടായിരുന്നു എത്രമാത്രം വിലപ്പെട്ടതാണ് ആ വിക്കറ്റ് എന്നത്. രാഹുലിന്റെ തന്നെ റണ്ണൌട്ട് അവസരവും ഫീൽഡർമാർ നഷ്ടപ്പെടുത്തി. ലൈഫ് മുതലെടുത്ത് മുന്നേറിയ രാഹുൽ അർദ്ധ സെഞ്ചുറിയുമായി ഡൽഹിക്ക് മികച്ച അടിത്തറയിട്ട ശേഷമാണ് ഡഗൌട്ടിലേക്ക് മടങ്ങിയത്. 1-ാം വിക്കറ്റിൽ അഭിഷേക് പൊറേലുമായി ചേർന്ന് സെഞ്ചുറി കൂട്ടുകെട്ടും പടുത്തുയർത്താനായി. എന്നാൽ ഡൽഹി ഓപ്പണർമാർ പുറത്തായതോടെ രാജസ്ഥാൻ പതിയെ മത്സരത്തിലേക്ക് കംബാക്ക് നടത്തുന്നതിന്റെ ചില സൂചനകൾ നൽകി. സഹീൽ പരാക്കിനെയും ട്രിസ്റ്റൻ സെപ്സിനെയും പുറത്താക്കി ജോഫ്ര ആർച്ചറാണ് റോയൽസിന് പ്രതീക്ഷ നൽകിയത്. എന്നാൽ അവസാന ഓവറുകളിൽ ഫൈറ്റിംഗ് സ്പിരിറ്റോടെ കളി വരുതിയിലാക്കുന്നതിന് പകരം നിരന്തരം തെറ്റുകൾ ആവർത്തിക്കാനാണ് രാജസ്ഥാൻ ഫീൽഡർമാർ ശ്രമിച്ചത്. ആദ്യ ഓവർ മുതലുള്ള ഫീൽഡിംഗ് മിസ്റ്റേക്കുകൾ അവസാനം വരെയും തുടരുന്ന കാഴ്ച. ഡെത്ത് ഓവറിലെ മോശം ഫീൽഡിങ്ങും ബൗളിംഗ് ചേഞ്ചുകളും പാളിയതോടെ ടോപ്പ് 4ലേക്ക് മുന്നേറാനുള്ള സുവർണാവസരവും പരാഗിനും സംഘത്തിനും നഷ്ടമായി. ഒരു വേള ഡഗൌട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങി പരാഗിനോട് ദേഷ്യപ്പെടുന്ന കോച്ച് കുമാർ സംഘക്കാരുടെ ദൃശ്യങ്ങളും കാണാമായിരുന്നു. ക്യാപ്റ്റന്റെ ബോളിംഗ് ചേഞ്ചുകളിലുള്ള അതൃപ്തിയും സംഘക്കാരുടെ മുഖത്തുണ്ടായിരുന്നു. മത്സരശേഷം രാജസ്ഥാന്റെ പെർഫോമൻസിലെ നിരാശ മറച്ചുവെക്കാൻ പരാഗ് തയ്യാറായില്ല. ടീമിന്റെ ഫീൽഡിംഗ് പ്രകടനത്തിൽ തീർത്തും നിരാശനാണെന്നാണ് താരം പ്രതികരിച്ചത്. പ്രതീക്ഷിച്ച സ്കോർ പടുത്തുയർത്താനായില്ലെന്നും രാജസ്ഥാൻ നായകൻ വ്യക്തമാക്കി. ഒരു വേള 14 ഓവറിൽ 160-ന് 2 എന്ന നിലയിലായിരുന്നു മുൻ ചാമ്പ്യന്മാർ. എന്നാൽ മിച്ചൽ സ്റ്റാർക്ക്, ലുങ്കി എങ്കടി, മാധവ് തിവാരി, അക്സർ പട്ടേൽ പിടിമുറുക്കിയതോടെ ഡെത്ത് ഓവറുകളിൽ റൺ റേറ്റ് കുത്തനെ താഴുകയായിരുന്നു. അവസാന 7 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 41 റൺസ് മാത്രമാണ് സ്കോർ ബോർഡിൽ ചേർക്കാനായത്. ഒരു വേള 220, 230 പ്രതീക്ഷിച്ച ടോട്ടൽ 200-ൽ താഴെ പിടിച്ചു നിർത്താനും ഡൽഹിക്കായി. പല മത്സരത്തിലും ടീമിന്റെ ക്രൈസിസ് റോളിൽ എത്തിയ രവീന്ദ്ര ജഡേജയുടെ അസാന്നിധ്യവും പോയ ദിനം നിഴലിച്ചു നിന്നു. സീസണിൽ തുടക്കത്തിൽ ബാക്ക് ടു ബാക്ക് വിജയവുമായി മുന്നേറിയ രാജസ്ഥാൻ പിന്നീട് പഞ്ചാബിന് സമാനമായ പരാജയത്തിലേക്ക് വീഴുന്നതാണ് കണ്ടത്. നിർണായക മത്സരത്തിൽ രാജസ്ഥാൻ കൂടി വീണതോടെ പ്ലേ ഓഫ് പോരാട്ടം വീണ്ടും ആവേശത്തിലായി. ലക്നൌവിനും മുംബൈക്കുമെതിരായി ഇനിയുള്ള 2 മത്സരങ്ങൾ പരാഗിനും സംഘത്തിനും ജീവൻ മരണ പോരാട്ടമാണ്. ജയത്തോടെ 12 പോയിന്റിലെത്തിയ ഡൽഹിയും പ്രതീക്ഷ കാത്തു. നിലവിൽ ക്യാപിറ്റൽസിന് പുറമെ CSK, രാജസ്ഥാൻ എന്നീ ടീമുകൾക്കെല്ലാം 12 പോയിന്റാണുള്ളത്. അവസാനം അംഗം ജയിച്ച് ടോപ്പ് 4ലേക്ക് ആരൊക്കെ ടിക്കറ്റ് എടുക്കും? ഹെവി വെയ്റ്റ് പോരാട്ടത്തിനായി കാത്തിരിക്കാം.